ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്കും ഷെയറും കമൻറ്റൊന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എന്നത്തെയും പോലെ ഇന്നത്തെ ദിവസം കുറച്ച് തിരക്കുള്ള ദിവസം തന്നെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ കുക്കിങ് വല്ലാതല്ല, ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ, നൂൽപുട്ട് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. കറി തലേ ദിവസത്തെ ചിക്കൻ കറി ഉണ്ടായിനി ഫ്രിഡ്ജിൽ. പിന്നെ വേഗം കറണ്ട് അടുപ്പുമ്പോൾ ചോറുണ്ടാക്കി. അപ്പോൾ റിച്ചുമോന് സ്കൂൾ കൊണ്ടുപോകാൻ ചോറ് വേണമല്ലോ, അപ്പോൾ എനിക്ക് ചോറ് പാത്രത്തിലാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്കിന്നിപ്പോൾ ഞാൻ തക്കാളി ചമ്മന്തി ആട്ടോ ഉണ്ടാക്കിയത്. ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാലോ. അപ്പോൾ ഞാൻ റെസിപ്പി ഒന്നും കാണിച്ചിട്ടില്ല, വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ രാവിലെ കുറച്ചധികം പണികളുണ്ടായിന്, അതുകൊണ്ടാണ് വല്ലാതെ വീഡിയോ ഒന്നും എടുക്കാതെ നിന്നത് കേട്ടോ. പിന്നെ ഇന്നലെ തന്നെ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല. അപ്പോൾ ഒന്നും ഞാൻ വീഡിയോ ഇടാതെ തന്നാൽ നമ്മളെ ചാനൽ പറ്റി ഡൗൺ ആവൂലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതാ എനിക്ക് ഞാൻ പിന്നെ ഉരുളക്കിഴങ്ങ് പൊരിച്ചും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത് ഹൈഫക്കുട്ടിക്കാണ്. ഹൈഫക്കുട്ടിക്ക് ചിലപ്പം കൂട്ടാനൊന്നും സ്കൂൾ കൊണ്ടുപോകാൻ മുട്ടൊന്നും പൊരിച്ചു കൊടുത്താൽ അവൾക്ക് പറ്റൂല. അങ്ങനെ കിഴങ്ങ് പൊരിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇഷ്ടമാണ്. അപ്പോൾ എന്നും കിഴങ്ങ് പൊരിച്ച് കൊടുക്കാൻ പറ്റൂലല്ലോ. ഓൾക്ക് എന്നും ഞാൻ കിഴങ്ങ് പൊരിച്ചു കൊടുക്കുകയാണെങ്കിൽ ഓൾ കൊണ്ടുപോകും കേട്ടോ. ഓൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണിത്. അങ്ങനെ റിച്ചുമോനുള്ള ലഞ്ച് ബോക്സൊക്കെ റെഡിയായി. പിന്നെ ഇന്ന് കടയ്ക്ക് മാവ് കൂട്ടി വെക്കാനുള്ളതൊക്കെ ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. നെയ്യപ്പത്തിനും അതേപോലെ പഴംപൊരിക്കും പൊക്കവടക്കും ഒക്കെ ഉള്ള മാവൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പരിപ്പ് വടക്കുള്ള മാവാണ് പരിപ്പ് വടക്കുള്ള പരിപ്പാണ് റെഡിയാക്കാനുള്ളത്. അത് പിന്നെ ഉച്ചക്ക് നമ്മൾ പോകുന്ന സമയമാകുമ്പോഴാണ് കേട്ടോ ആക്കുക. പിന്നെ സമൂസക്കുള്ള ഫില്ലിങ് ഉണ്ടാക്കണം, അങ്ങനെയുള്ള പണികളൊക്കെ കേട്ടോ ഉള്ളത്. പിന്നെ അതേപോലെ നമുക്കിന്ന് കാറ്ററിങ്ങും ഉണ്ട്. ഉച്ചക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയും കൊടുക്കാണ്ട് 1 മണിയാകുമ്പോഴത്തേന്. അപ്പോൾ അതും റെഡിയാക്കണം. പിന്നെ നമുക്ക് വീട്ടുജോലി ഇല്ലേ, വീടും അങ്ങനെ വൃത്തികേടാക്കിയിട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ രാവിലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. ഇന്നിപ്പം കറി ഉണ്ട്, പിന്നെ നൂൽപുട്ടാണ് ഉണ്ടാക്കിയത്. ഈ നൂൽപുട്ട് ഉണ്ടാക്കാൻ എനിക്കാണെങ്കിൽ എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ് കേട്ടോ. അപ്പോൾ എനിക്കായിട്ട് വേറെ നൂൽപുട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഈ നൂൽപുട്ട് തന്നെ കേട്ടോ ഞാനും കഴിച്ചത്. ചിലപ്പോൾ ടൈമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഞാൻ വേറെ റാഗി കൊണ്ടുള്ളതൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഗോതമ്പ് ചോറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കലുണ്ട്. ഇന്നിപ്പോൾ അതിനൊന്നും ടൈം കിട്ടിയിട്ടില്ല. അങ്ങനെ എന്തായാലും എൻ്റെ അലക്കലും അതേപോലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നെയ്ച്ചോറും ചിക്കൻ കടായി എന്നാണ് വരുന്നത്. നെയ്ച്ചോർക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടം ചിക്കൻ കടായി കേട്ടോ. അപ്പോൾ കടായി എന്ന് വരികയാണ്. കടായി അല്ല കേട്ടോ, കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിനി പരിപാടി തുടങ്ങാം. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ കഴുകി വെച്ച് അതേപോലെ നെയ്ച്ചോറ് വെക്കാനുള്ള അരി കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കനിൽ മസാലയും തേച്ച് വെച്ചിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാം, ഞാൻ ഇപ്പോൾ ഈ വെള്ളം അളന്നെടുക്കുന്ന ഒരു പാത്രം ഉണ്ടല്ലോ, ആ ഒരു പാത്രത്തിൽ ഒരു പാത്രം അരി 1 കിലോ അരി കേട്ടോ. അപ്പോൾ ആ ഒരു പാത്രത്തിൽ വെള്ളം ഞാൻ എടുക്കും, എന്നിട്ടാണ് വെള്ളത്തിൻ്റെ കണക്ക് നോക്കൽ കേട്ടോ. അപ്പോൾ നമുക്ക് 3 കിലോ നെയ്ച്ചോറാണ് വേണ്ടത്. അപ്പോൾ ആ ഒരു പാത്രത്തിന് 6 പാത്രം വെള്ളം ഞാൻ ഒരു കലത്തിൽ ഒഴിച്ചു കൊടുത്തിട്ട് കറണ്ട് അടുപ്പുമ്പോൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തിളക്കട്ടെ. പിന്നെ ചിക്കനിൽ മസാല കുറച്ച് അധികം നേരമായിട്ടോ കൂട്ടി വെച്ചിട്ട് ഒരു 3/4 മണിക്കൂറൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാം. പിന്നെ ഞാൻ വോയിസ് കൊടുക്കുമ്പോഴേ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അലപ്പ് സൗണ്ട് ഉണ്ടോ? നമ്മളെ വീടിൻ്റെ താഴെ ഭാഗത്ത് കാട് വെട്ടുണ്ട്, ആ മെഷീൻ്റെ സൗണ്ടാട്ടോ അത്. അപ്പോൾ വോയിസ് കൊടുത്തപ്പോൾ ഞാൻ അവിടുന്ന് മാറിയിരുന്നു കേട്ടോ. മറ്റേതിങ്ങനെ വീഡിയോയിൽ നിങ്ങൾക്ക് സൗണ്ട് ഇങ്ങനെ അലച്ച് കേൾക്കുമ്പോൾ ഒരു ഗതികേടേക്കാരം. അപ്പോൾ അതാട്ടോ ഇനി നമ്മൾ ചിക്കനൊന്ന് പൊരിച്ചെടുക്കുകയാണ്. പിന്നെ ഇന്നലെ വീഡിയോ ഇടാഞ്ഞത് ഇന്നലെ തിരക്കേനി കേട്ടോ. ഇന്നലെ നമുക്ക് ഫുഡ് കൊടുക്കാണ്ടേനി, അതേപോലെ മഞ്ജുമോൾ അഡ്മിഷന് വേണ്ടിയിട്ട് പോയി. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ആക്കാനൊന്നും എനിക്ക് ടൈം കിട്ടിയില്ല. അതുകൊണ്ടാട്ടോ ഇന്നലെ വീഡിയോ ഇടാതെ തന്നത്. പിന്നെ ഇന്നലെ മന്തിക്കും അതേപോലെ ബിരിയാണിക്കും ഓർഡർ ഉണ്ടേനി. 2 ഉണ്ടായപ്പോഴേ ഒരു കറക്റ്റ് സമയത്ത് നമുക്ക് കൊടുക്കും വേണ്ടേ. അപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ വന്നപ്പോൾ തന്നെ സമയം 11 മണി കഴിഞ്ഞിട്ടുണ്ടേനി. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ ഫുഡ് കൊളാവും. കാരണം വീഡിയോ എടുക്കലും അതേപോലെ കുക്കിങ്ങും ഒക്കെ കൂടെ ആകുമ്പോൾ നേരം വൈകും. പിന്നെ നമുക്ക് അതിമക്കുള്ള ശ്രദ്ധ വല്ലാതെ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് വീഡിയോ എടുക്കണ്ട, വേഗം ഫുഡ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ വേഗം ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ ഭയങ്കര ക്ഷീണം കേട്ടോ ഇന്നലെ. അപ്പോൾ പിന്നെ അതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോ ഒന്നും ഇന്നലെ ഇടാതെ തന്നത് അതാണ് കേട്ടോ. ഇതതിൻ്റെ തലേ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ, വ്യാഴാഴ്ച എടുത്ത വീഡിയോ ആണിത്. ഇപ്പോൾ അൽഹംദുലില്ലാ നമുക്ക് എന്നും ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടലുണ്ട് കേട്ടോ. അപ്പം പ്രത്യേകിച്ച് നമ്മളെ വീഡിയോ ഒക്കെ കാണുന്ന ആളുകൾ തന്നെ
ഷെയർ ചെയ്തിട്ടാവും നമുക്ക് ഡെയിലി ഇതേപോലെ ഓരോരുത്തർ കോൾ ചെയ്ത് നിങ്ങൾ ഫുഡ് ഉണ്ടാക്കി തരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളെ സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. എനിക്ക് എന്നും ഓർഡർ ഉണ്ടാകുന്നത് ഇഷ്ടമാണ്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ പണിയെടുക്കുന്നുണ്ടെന്ന് ചില ആൾക്കാർ പറയും, കമൻറ്റ് ബോക്സിൽ തന്നെ എന്നോട് ചോദിക്കലുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ എന്നും എപ്പോഴും ജോലി ചെയ്യുമ്പോൾ മടുപ്പ് തോന്നലില്ല. എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ മടിയില്ല കേട്ടോ. ഫുഡ് ഉണ്ടാക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. പിന്നെ അതേപോലെ വീട്ടുജോലി ഇപ്പോൾ എന്തായാലും നമ്മൾ ചെയ്യേണ്ടത് തന്നെയല്ലേ. പിന്നെ മക്കളും ഹസ്ബൻഡും ഒക്കെ ഹെൽപ്പിന് ഉണ്ടായതുകൊണ്ട് അങ്ങനെ മടുപ്പൊന്നും തോന്നലില്ല. ഞാൻ അങ്ങനെ മടുപ്പ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടില്ലല്ലോ, ഇന്നലെ നല്ല റിസ്ക് കഴിഞ്ഞു പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, സ്കൂളിൽ പോവലും അതേപോലെ പിന്നെ അവിടുന്ന് വന്നിട്ട് നമുക്കുള്ള ഫുഡ് ഉണ്ടാക്കലും പിന്നെ പുറത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കലൊക്കെ ആയപ്പം ഭയങ്കര ഒരു ഗതികേട് തന്നെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടില്ല. അങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ ഞാൻ അങ്ങനെ ഒഴിവാകുകയൊക്കെ ചെയ്യും. അല്ലാതെ നമുക്ക് ക്ഷീണം കുഴപ്പമൊന്നും ഇല്ലാതെ നിൽക്കലില്ല കേട്ടോ. നമ്മളെല്ലാവരും മനുഷ്യന്മാരല്ലേ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉള്ള പോലെ തന്നെ എനിക്കും ഉണ്ടാവലുണ്ട്. പിന്നെ എനിക്കിങ്ങനെ ഞാൻ തന്നെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കലുണ്ട് കേട്ടോ, എന്തോ ഒരു ശക്തിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത്. കാരണം എത്ര നേരം വൈകിയാലും എന്നോട് പറയുന്ന ആ ഒരു കറക്റ്റ് സമയത്ത് എനിക്ക് ഫുഡ് കൊടുക്കാൻ പറ്റലുണ്ട്. ആ ഒരു കാര്യത്തിൽ തന്നെ ഞാൻ അൽഹംദുലില്ലാ എന്ന് പറയും. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇന്നലെ വെള്ളിയാഴ്ച പള്ളിയുള്ള ദിവസമാണ്. ആ ഒരു ടൈമിൽ ബാബുവിനെ കിട്ടൂല നമുക്ക്. ബാബുവിൻ്റെ ഒപ്പം ഉണ്ടെങ്കിൽ പിന്നെ ഒരാളും കൂടെ ഉണ്ടല്ലോ ഹെൽപ്പിന്. പിന്നെ കുട്ടികൾ നമുക്ക് സവാള കട്ട് ചെയ്ത് തരാനും അങ്ങനത്തെ പണിക്കൊക്കെ അല്ലേ ഓർക്ക് കഴിയുള്ളൂ. എന്നാലും അവരെ കൊണ്ട് കഴിയുന്നതൊക്കെ പോലും ചെയ്തു തരലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ ഫുഡ് ആ കറക്റ്റ് സമയത്തിനാവൂലേന്ന് ഞാൻ പേടിച്ചിട്ടാണ് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുക്കാതെ നിന്നത് കേട്ടോ. ഒറ്റക്കായപ്പോൾ കുറച്ച് ഗതികേടൊക്കെ ഉണ്ടായിന്. എന്നാലും ആ കറക്റ്റ് സമയത്തിന് എനിക്ക് കൊടുക്കാൻ പറ്റി. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ ചിലപ്പോൾ എനിക്ക് വരലുണ്ട് കേട്ടോ. അപ്പോൾ എന്നാലും ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു കറക്റ്റ് സമയത്തിനെല്ലാം ആവും. അപ്പോൾ ഞാൻ വിചാരിക്കും ഇങ്ങനെ എൻ്റെ ഒപ്പം എന്തോ ഒരു ശക്തി ഉണ്ട്, അതുകൊണ്ടാവും എന്ന് ഞാൻ അങ്ങനെ വിചാരിക്കും കേട്ടോ. ഞാൻ എന്നെ പുകഴ്ത്തി പറഞ്ഞാലോ കേട്ടോ, അങ്ങനെ വിചാരിക്കരുത്. പിന്നെ ഒന്നാമത് നിങ്ങളെ പ്രാർത്ഥനയാണ്. എത്ര ആൾക്കാർ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, ആയുസ്സും ആരോഗ്യവും ആഫിയത്തും കൊടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ വീഡിയോസിലും ഉണ്ടാവലുണ്ട്. അപ്പം നിങ്ങൾ ആ ഒരു പ്രാർത്ഥന തന്നെയാണ് എൻ്റെ ശക്തി. അപ്പം ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ട് പോകും. അപ്പം നമ്മളെ ചിക്കനൊക്കെ ഞാൻ ഫ്രൈ ചെയ്ത് ആ ഒരു എണ്ണയിൽ തന്നെ പിന്നെ അതിലേക്കുള്ള സവാളയൊക്കെ ഇട്ട് കൊടുത്ത് സവാളയൊക്കെ വഴറ്റി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒക്കെ ചേർത്ത് കൊടുത്തു. ഒക്കെ ചേർക്കാനുള്ളതൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചിക്കൻ കറിയൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാലോ. അപ്പോൾ സാധാ ചിക്കൻ കറി തന്നെയാണ് കേട്ടോ ഉണ്ടാക്കണത്. പിന്നെ വെള്ളമൊക്കെ ഒഴിച്ചാണ്ട് അടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ബാബു ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, വ്യാഴാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇന്നലത്തെ കാര്യം ഞാൻ പറഞ്ഞത്, വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇന്നലെ നമുക്ക് ഓർഡർ ഉണ്ടായിന്. ഇത് പിന്നെ 2 ദിവസം മുന്നേ നമ്മൾ ഒരു കാറ്ററിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 2 ദിവസം മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടില്ലേനോ, മന്തിയൊക്കെ ഉണ്ടാക്കണേ. അത് ഓരോ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പം ഓരോ വീട്ടിലേക്ക് ഗസ്റ്റ് വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു വിളിച്ച് പറഞ്ഞതാണ് കേട്ടോ. ഇതും ഓരോ വീട്ടിലേക്ക് തന്നെയാണ്. പിന്നെ നമ്മൾ ഫുഡ് കൊണ്ടുപോകുന്നവർക്കൊക്കെ ഇഷ്ടമാവുന്നുണ്ട്, അതും വലിയൊരു ഭാഗ്യം തന്നെയാണ്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. അപ്പം ഉണ്ടെങ്കിൽ നേരിട്ട് പറയണമെന്നും ഞാൻ പറയലുണ്ട്. നമുക്ക് പിന്നെ ഉണ്ടാക്കുമ്പോൾ തിരുത്താലോ. അപ്പോൾ ഒരു പറയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ല ഫുഡ് തന്നെയാണെന്ന് തന്നെ കേട്ടോ പറയൽ. അപ്പോൾ അതും ഒരു സന്തോഷം തന്നെയാണ്. അപ്പോൾ നമ്മളെ ചിക്കൻ കറി അവിടെ വേവാനായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഞാൻ ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 3 കിലോ ചിക്കൻ വെച്ചിട്ടാട്ടോ കറി ഉണ്ടാക്കിയിട്ടുള്ളത്. 3 കിലോ റൈസുമാണ് പിന്നെ നെയ്ച്ചോറിന് എടുത്തിട്ടുള്ളത്. അപ്പോൾ നെയ്ച്ചോറ് ഞാൻ അപ്പുറത്ത് അടുപ്പിൽ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ പിന്നെ വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, നേരം ഒരുപാടായിട്ടുണ്ടായിനി. അപ്പോൾ എല്ലാം ഇങ്ങനെ വീഡിയോ എടുത്ത് നിൽക്കുമ്പോൾ ഫോണിൽ സ്പേസും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാട്ടോ. പിന്നെ എന്നും ഇങ്ങനത്തെ വീഡിയോസ് തന്നെ കാണുമ്പോൾ നിങ്ങൾക്കും തന്നെ മടുപ്പ് വരൂലേ. അപ്പോൾ നെയ്ച്ചോറ് ഇതാട്ടോ ആയിട്ടുണ്ട്. നെയ്ച്ചോറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇതിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. നമ്മളെ ചാനലിൽ തന്നെ ഉണ്ട്. നെയ്ച്ചോറിൻ്റെ റെസിപ്പി ഒന്ന് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഹൈഫ കിച്ചൺ നെയ്ച്ചോറ് റെസിപ്പി എന്ന് അടിച്ചു കൊടുത്താൽ മതി. നല്ല സൂപ്പറായിട്ടുള്ള നെയ്ച്ചോറാട്ടോ. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ നിന്ന് ഞാൻ മാറ്റുന്നുണ്ട് കേട്ടോ. ഈ കരിയുള്ള പാത്രങ്ങൾ നമ്മൾ കൊടുക്കലില്ല, കരിയില്ലാത്ത പാത്രത്തിലാക്കിയിട്ടാണ് കൊടുക്കൽ. ബിരിയാണിയൊക്കെ ആകുമ്പോൾ പിന്നെ ആ ഒരു ചെമ്പോട് കൂടിയിട്ട് തന്നെ അങ്ങനെയാണ് വെച്ച് കൊടുക്കും. അത് പിന്നെ പൊട്ടിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ കേട്ടോ, കരിയില്ലാത്ത ചെമ്പൊക്കെ ഞാൻ ചോറൊക്കെ ആക്കി കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി സവാളയൊക്കെ ഫ്രൈ ചെയ്തത് മാറ്റി വെച്ചിന് കേട്ടോ. കറിവേപ്പിൻ്റെ ഇല ഇതേപോലെ ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ടേസ്റ്റാണ്. പക്ഷേ ആ വെള്ളത്തേക്ക് ഇട്ട് കൊടുക്കരുത് കേട്ടോ. വെള്ളത്തേക്ക് ഇട്ട് കൊടുത്താൽ കളറും ഒരു ജാതി ഇക്കാരം, പിന്നെ ആ ഒരു കറിവേപ്പിലിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്നും കിട്ടൂല കേട്ടോ. ഇങ്ങനെ വറുത്തിട്ട് കൊടുക്കുമ്പോൾ കാണാനൊരു ഭംഗിയാണല്ലോ മുകളിൽ ഇട്ട് കൊടുക്കുമ്പോൾ. പിന്നെ നെയ്ച്ചോർക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് ചേർക്കൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കും. അതേപോലെ പൈനാപ്പിൾ എസൻസും ഒക്കെ ചേർക്കും. അതൊക്കെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ നെയ്ച്ചോറിന്.
അങ്ങനെ നെയ്ച്ചോറ് റെഡിയായി. പിന്നെ ഇതാ നമ്മളെ ചിക്കൻ കറി ആയിട്ടുണ്ട്. അപ്പം ഇനി ഇതിൽ കൊടുക്കാൻ പറ്റില്ലല്ലോ, വേറെ പാത്രത്തേക്ക് ആക്കുകയാണ് കേട്ടോ. ഇത് കടായി അല്ലേ, അല്ല ഉരുളിയല്ലേ, നിറച്ച് കരിയുണ്ട്. പിന്നെ ഇത് വണ്ടിയിൽ വെച്ച് കൊടുക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ വേറൊരു പാത്രത്തേക്ക് ആക്കണുണ്ട്, സ്റ്റീലിൻ്റെ ഒരു കലത്തേക്ക് ആക്കുകയാണ് കേട്ടോ. പിന്നെ പാത്രങ്ങൾ ഇങ്ങനെ നമുക്ക് ഇപ്പോൾ ഡെയിലി ഫുഡ് കൊടുക്കലുണ്ടായതുകൊണ്ട് ഒക്കെ ഓരോ വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെയാണ് ഇനിയിപ്പോൾ ഒക്കെ കൊണ്ടുവന്നിട്ട് വേണം. അങ്ങനെ ചിക്കൻ കറി കലത്തിലാക്കി. പിന്നെ നമ്മൾ നെയ്ച്ചോറിൻ്റെ കൂടെ തൈര് കൊടുക്കും. അപ്പോൾ തൈര് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതേപോലെ നമ്മളെ അച്ചാറും ഈത്തപ്പഴച്ചാർ തന്നെയാണ് കേട്ടോ അതും. ഇത് ഈത്തപ്പഴം അതേപോലെ കൊണ്ടാട്ടമുളകൊക്കെ ഇട്ടുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയ അച്ചാറാട്ടോ. അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നെ എപ്പോഴേലൊക്കെ ഒഴിവുണ്ടാകുമ്പോൾ അപ്ലോഡ് ആക്കുന്നുണ്ട്. ഇപ്പോൾ വീഡിയോ എടുത്തിട്ടില്ല ഇനി അച്ചാറിട്ടപ്പം. പിന്നെ അതൊക്കെ കൊടുത്തിട്ട് പിന്നെ നമ്മളെ നിസ്കാരം കാര്യമൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കലും കഴിഞ്ഞ് അന്ന് ഇടാനുള്ള വീഡിയോ ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ പിന്നെ കടയ്ക്ക് പോയത്. അപ്പോൾ കടയിലെത്തിയാൽ പിന്നെ അവിടെ എത്തിയാൽ തന്നെ ഒക്കെ പൊരിച്ചെടുക്കണം. മാവൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോകും. അപ്പോൾ ചിലപ്പോൾ 2 ചട്ടി വെക്കും. ഒരു ചട്ടിയിൽ എന്തെങ്കിലും ചൂടും, അപ്പുറത്ത് എന്തെങ്കിലും അല്ല പഴംപൊരി ഒരു ചട്ടിയിൽ, പിന്നെ സമൂസ അതേപോലെ പഴംപൊരി കുറച്ച് ചുട്ട് വെക്കും, പിന്നെ കുറച്ച് നെയ്യപ്പം ചൂടും അങ്ങനെ കേട്ടോ. അപ്പോൾ നമ്മൾ പഴംപൊരി കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ റെസിപ്പി നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മൾ സെക്കൻഡ് ചാനലിൽ ഉണ്ടാവും, ആവശ്യമുള്ളവർ പോയി കണ്ടു നോക്കുകൊണ്ട്. അതേപോലെ തന്നെ നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളങ്ങനെ ഒരുപാട് ഉണ്ടാക്കി വെക്കലുമില്ല കേട്ടോ, കുറേശ്ശെ മാവ് ഉണ്ടാക്കും, അത് ചുട്ട് അങ്ങനെ കൊടുക്കും. അത് ചിലവായി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലേക്ക് പോരും ചെയ്യും കേട്ടോ. മരുവിൻ്റെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അപ്പം തന്നെ നമ്മൾ കട അടക്കും. അപ്പോൾ അതോളല്ലേ ഒരു എന്താ പറയുക കച്ചവടമുള്ളൂ. പിന്നെ ഇവിടെ അങ്ങനെ വലിയൊരു അങ്ങാടിയൊന്നും അല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരുപാട് ഉണ്ടാക്കിയിട്ടും കാര്യമില്ല, അങ്ങനെ ചിലവൊന്നും ആവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡല്ലേ, ഒരുപാട് ഉണ്ടാക്കി വേസ്റ്റ് ആക്കി കളയാൻ പറ്റൂലല്ലോ, നമുക്ക് നഷ്ടമാവൂലേ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ആവശ്യത്തിനുള്ളത് മാത്രമേ ഞാൻ മാവ് ഉണ്ടാക്കലും ഉള്ളൂ, പൊരിച്ചെടുക്കലും ഉള്ളൂ കേട്ടോ. പിന്നെ ആർക്കെങ്കിലും വേണമെന്നൊക്കെ പറയുകയാണെങ്കിൽ സമൂസൻ്റെ ഫില്ലിംഗ് ഒക്കെ ഉണ്ടാവും എൻ്റെ അടുത്ത്, അപ്പോൾ പിന്നെ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെയാണ് കേട്ടോ. എന്നാൽ ചൂടോട് കൂടിയിട്ട് തന്നെ അവർക്ക് കൊണ്ടുപോവുകയും ചെയ്യാം. അങ്ങനെ താട്ടോ ഒരുവിധമൊക്കെ ഇപ്പോൾ പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒക്കെ കുറേശ്ശെ ഉണ്ടാക്കി വെക്കും ആദ്യം, ഞാൻ പറഞ്ഞല്ലോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഉണ്ടാക്കും. അങ്ങനെ ഇപ്പം പരിപ്പ് വട ആട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ പൊക്കവട ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പഴംപൊരി നെയ്യപ്പൊക്കെ ഉണ്ടാക്കിയത് ഞാൻ കാണിച്ചല്ലോ. പിന്നെ സമൂസ പൊരിച്ചെടുത്തിട്ടുണ്ട്. സമൂസ ചിഞ്ചുമോളും ഞങ്ങളൊപ്പം പോരും. അപ്പോൾ സമൂസ ചുറ്റി തരലോളാണ് കേട്ടോ. ഞാൻ അതൊക്കെ പൊരിച്ചതിൻ്റെ അടിയിൽ ഓള് സമൂസ ചുറ്റിത്തരും. പിന്നെ കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോൾ അവർക്ക് കടി കൊണ്ടുപോയി കൊടുക്കാൻ പോകുമ്പോൾ ആവും ആ കൂട്ടത്തിൽ ഓളങ്ങോട്ട് കൊണ്ടാക്കും ചെയ്യും കേട്ടോ. അവൾക്ക് എക്സാമൊക്കെ ആയതല്ലേ, അപ്പം ഞാൻ വല്ലാതെ പണി തന്നെ എടുപ്പിച്ചില്ല. വീട്ടു ജോലി തന്നെ അധികം എന്നെ കൊണ്ട് കഴിയണൊക്കെ ഞാൻ തന്നെ ചെയ്യല്. ഈ പഠിച്ചോ എന്ന് പറയല്ലേ, ഈ CMA ഒക്കെ ആയതുകൊണ്ട് ഒരുപാട് പഠിക്കാനുണ്ടാവുമല്ലോ. അപ്പോൾ അന്നത്തെ ദിവസം പോയിട്ടില്ല കേട്ടോ. പോയിട്ടില്ല എന്ന് പറയാൻ നാത്തൂനും കുട്ടികളും ഒക്കെ വന്നിട്ടുണ്ടായിന്, ഉമ്മയും അനിയത്തിയും ഒക്കെ വന്നിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ നാത്തൂനും ഇപ്പോൾ കാണാത്തത്, ഓള് ആയിഫക്കുട്ടിനെയും റിച്ചുവിനെയും മഞ്ജുവിനെയും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് വീട്ടിക്ക്. ഇമ്മയും അതേപോലെ അനിയത്തിയും കുട്ടികളും ഒക്കെ എല്ലാവരും ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ ചായയും സമൂസയും എന്തൊക്കെയാണ് വേണ്ടതൊക്കെ കൊടുക്കാൻ പറഞ്ഞമ്മ. അപ്പോൾ ഒരു കട ഒക്കെ കാണാൻ വന്നതാണ് ഈ കുട്ടികളൊക്കെ. ഇത് കണ്ടിട്ടില്ലല്ലോ കുട്ടികളൊന്നും. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിക്കണം കേട്ടോ. അപ്പോൾ ഇനി റിച്ചുമോനും അതേപോലെ ഐഫക്കുട്ടിയും മഞ്ജുമോളും ഇല്ല, അപ്പോൾ ഓരോ കൊണ്ടുവരാൻ വേണ്ടി നാത്തൂന് അങ്ങനെ പോയതാണ്. അങ്ങനെ ഓരും ചായയൊക്കെ കുടിച്ചിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിക്കണ് കട കണ്ടിട്ട്. അങ്ങനെ എല്ലാവരും ചായയൊക്കെ കുടിച്ച് അപ്പോഴത്തേന് പിന്നെ ഐഫക്കുട്ടിയും മഞ്ജുമോളും ഒക്കെ ഓരും വന്നിട്ടുണ്ടായിന്. പിന്നെ ഓർക്കും ചായയൊക്കെ കൊടുത്തു. ചായയൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ ഓര് പോയപ്പോൾ ഓരോ കൂടെ മക്കൾ 4 ആളും പോവുകയും ചെയ്തു കേട്ടോ. അങ്ങനെ ഒരു ചെറിയ ഓട്ടോറിക്ഷയിലേ ഒരു ലോറിക്കുള്ള ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്.